നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. നാളെയുടെ പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളിലേക്ക് കടക്കാനാകും. ഉച്ചയോടുകൂടി ഫലം ഒക്കെ തന്നെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകും. ആര് ജയിക്കും, ആര് ചോർക്കും, നാളെ ആഘോഷിക്കാൻ ആർക്ക് കഴിയും, അങ്ങനെയൊക്കെയുള്ള 100,000 ചോദ്യങ്ങൾ ഉയരുകയാണ് ഈ സായാഹ്നത്തിൽ. നാളെയുടെ പ്രതീക്ഷകൾ എന്ത് എന്നാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ പൊതുവേദിയിൽ ആദ്യ കോളറ എത്തുന്നത് വയലാറിൽ നിന്നുള്ള ശശിധരനാണ്. ശ്രീ ശശിധരൻ, നാളെ ആരെങ്കിലും കറുത്ത കുതിരയായി ഉയർത്തെഴുന്നേൽക്കുമോ? നാളെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ? നമസ്കാരം മനു. നമസ്കാരം. മനുവിന് എന്താ തോന്നുന്നത്? ഞാൻ ജനങ്ങളുടെ തീരുമാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായി നല്ലൊരാളെ അവർ തിരഞ്ഞെടുക്കും എന്ന കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില കാൽക്കുലേഷൻസൊക്കെ നമുക്കും ഉണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരുന്നേക്കാം. അങ്ങനെ ഒട്ടനവധി പ്രതീക്ഷകളുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്റെ വിശ്വാസം വയനാട് നമ്മുടെ സോണിയാഗാന്ധി ഒരു 3-നും 4-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. 2 ചേലക്കര ആര് ജയിച്ചാലും ഒരു 5000-ത്തിന് താഴെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത UDF-നും LDF-നും കാണുന്നുണ്ട് അവിടെ. മൂന്നാമതായി പാലക്കാട് ആര് തിരിക്കുമെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും നമ്മുടെ മാങ്കൂട്ടത്തിൽ തിരിക്കും. പിന്നെ CPM ഇത്തവണയും കരയേണ്ടി വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പരാജയമാണ് അവർക്ക് സംഭവിച്ചത്. ഒന്ന്, തലേ ദിവസം ഒരു കാരണവശാലും രാവും പകലും പോലെ വ്യത്യാസമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൊണ്ട് നടത്തിയത്. അതായത് പാർട്ടിയും അയാളും തമ്മിലൊക്കെ രാവും പകലും പോലെ വ്യത്യാസം. 2, സ്വന്തം ചിഹ്നം ഉപേക്ഷിച്ച് അവർ മത്സരിക്കേണ്ടി വന്നു. അതിന്റെ പ്രത്യക്ഷത്തിൽ കാണൂല, അവിടുത്തെ പ്രതികരണം പ്രത്യക്ഷത്തിൽ കാണില്ല. അത് ഉള്ളിലാണ് ജനങ്ങളുടെ പ്രതിഷേധം. അവരുടെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ ശരി, അത് ഉള്ളിലായിരിക്കും അവരുടെ പ്രതിഷേധം. അത് നാളെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പം ഒരു 10-20 മണിക്കൂറേ ഉള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ. ഹലോ. നമസ്കാരമുണ്ട്. നമസ്കാരം. കുറച്ചു ദിവസമായി ചുമ്മാതെ വിളിക്കുന്നതല്ലാതെ കിട്ടുന്നില്ല. എല്ലാരും കൂടെ ഇടിച്ചു കയറി ഒരു രക്ഷയില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാരും കൂടെ അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസമാണ് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചാൽ അതല്ലേ. അല്ല, നമുക്ക് മറ്റ് വാർത്തകളൊക്കെ വരികയില്ലേ, അപ്പോൾ സ്വാഭാവികമായും ആ പ്രശ്നമുണ്ട്. ഏതായാലും നമ്മൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പരമാവധി സമയം ആളുകൾക്ക് പ്രതികരിക്കാൻ കൊടുക്കാം എന്നൊരു നിലപാടിലാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറ് സംഭവിച്ചു. ഹലോ, മൈക്കിൾ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മൈക്കിൾ. സാർ നമസ്കാരം. ശ്രീ മൈക്കിള് പീരുമേട്ടുകാരനാണ്. പക്ഷേ മറ്റ് 3 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കേരളം ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. താങ്കളും സ്വാഭാവികമായി ആ ഗൗരവത്തോടെ അത് ഉറ്റുനോക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ആർക്കെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ശ്രീ മൈക്കിൾ ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകും സാർ. മാറ്റങ്ങൾ വരണം. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. അതില്ലാതെ മുന്നോട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു പൗരനും പോകാൻ പറ്റില്ല. കാരണം അവരാണ് അത് അത്രയും ഇപ്പൊ നോക്കിയിട്ട് നന്നായി കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ ശ്രീ മൈക്കിള് വിചാരിക്കുന്നത് ഒരു ഇടതുപക്ഷത്തിന്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് അല്ലേ? വയനാട്ടിലോ അങ്ങനെയാണോ? വയനാട്ടില് ഇപ്പം നമുക്കറിയാമല്ലോ, വയനാട്ടില് നമ്മുടെ
നമുക്കും താല്പര്യമുള്ള പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അപ്പൊ അവിടെ സാധ്യത കുറവാണ് എന്നാണ് വരുന്നത്. അവിടെ സാധ്യത കുറവാണ്. പക്ഷെ അവര്, എന്റെ ഒരു അഭിപ്രായം, അവരിവിടെ അല്ല മത്സരിക്കേണ്ടത്. പക്ഷെ വയനാട്ടിൽ വന്ന് ജയിച്ചു. പക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണെന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരു ഗുണവും ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രിയങ്ക ഗാന്ധി അല്ലേ എന്നും പറഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ വയനാട്ടിന് ഒരു ഗുണവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ചന്ദ്രൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഒരു വൈകുന്നേരം കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഒരു ചന്ദ്രൻ നായർക്കൊപ്പം രവീന്ദ്രനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ സത്യൻ മൊഹേരി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. സ്ഥാനാർത്ഥി മാറിയിരുന്നെങ്കിൽ ചിലപ്പം 10 ലക്ഷമോ 5 ലക്ഷമോ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വെല്ലുവിളി ഉയർത്തിയ ആളാണ്. അതുകൊണ്ടല്ല, ഈ സ്ഥാനാർത്ഥിയുടെ ഇതാണ് നോക്കുന്നത്. പോരാങ്കിൽ CPI-യുടെ ആളാണ്. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ അറിയുന്ന ആളാണ്. അവിടെ എല്ലാം അറിയുന്ന ആളാണ്. അത് അറിയത്തില്ല ഇവർക്ക്. മറ്റേതില്ല 10 ലക്ഷം കിട്ടും, 5 ലക്ഷം കിട്ടും, എങ്ങനെയുള്ള ജയിച്ച് കയറിയാൽ മതി. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഇനി അധിക സമയം നമുക്ക് കാത്തിരിക്കേണ്ടതില്ല. അട്ടിമറികൾ ഉണ്ടാകുമെന്ന് കരുതുന്നവരുണ്ട്, കറുത്ത കുതിരകൾ ഉയർത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്കപ്പുറത്താണ് എന്ന് ഏറെ നമുക്ക് നിസ്സംശയം പറയാനുമാകും. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മറ്റ് 14 സംസ്ഥാനങ്ങളിൽ, അത് കൂടാതെയുള്ള 14 സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് സാധാരണ ഇങ്ങനെ പല സംസ്ഥാനങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. ഇന്ന് പള്ളുരുത്തിയിലാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനം? അത് ശരി. ശ്രീ ഡേവിഡ് വിജയ്ക്ക് ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ കാര്യത്തെക്കാൾ കൂടുതൽ ഈ മറ്റ് ഇടങ്ങളിൽ ബോംബെ ഒക്കെ പോകുന്ന ആളാണല്ലോ, അവിടെ എന്ത് സംഭവിക്കും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ താല്പര്യമില്ല. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പം, കാരണം ഇന്ന് ഈ സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസ് 2000 പോയിന്റാണ് സർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് BJPക്കാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും വന്നിരിക്കുന്നത്. പക്ഷെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 80-കളിൽ തൊട്ട് ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, റെപ്രസെന്റേറ്റീവായിട്ടും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന. മഹാരാഷ്ട്രയിലൊക്കെ ആരോടുത്ത സ്ഥിതിഗതികൾ മാറ്റാൻ പറ്റില്ല. കാരണം സംസ്ഥാന ആന്ധ്ര ജീവകൂട്ട് രണ്ടാക്കണം, എന്നാലും എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ആ വിദർഭായിരിക്കും. ഒരു സ്ഥലത്ത് കർഷക ആത്മഹത്യ, ഒരു സ്ഥലത്ത് ബോംബെയിലെ ബോംബെയിലെ പ്രശ്നങ്ങൾ കാരണം ഇൻഡസ്ട്രികളൊക്കെ ഗുജറാത്തിലേക്ക് പോകുന്നു. അപ്പൊ അതൊന്നും കൂടി വീക്കാവുന്നു. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചാലും പ്രത്യേകിച്ച് ഇവിടെ വലിയ ഗുണമൊന്നുമില്ല. വയനാട്ടിലെ പ്രശ്നം കണ്ടില്ലേ, അവര് കടന്ന് നീറുകയാണ്. എന്നിട്ടും ഇവിടെ 2 പേരും കൂടി ഹർത്താൽ നടത്തിയിട്ട് ഇന്ന് കോടതി നല്ലത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് ഞാൻ ഫെഡറൽ സംവിധാനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 67 ഭാഗത്ത് മുഖ്യമന്ത്രിയായിരിക്കും എന്താ ചെയ്തത്? കേരളത്തിൽ നിന്ന് കൊടുക്കേണ്ട അരിയൊക്കെ പിടിച്ചു വെച്ചെന്ന് കോൺഗ്രസുകാരാണ് വാസ്തവ സംസ്ഥാനത്തെ പട്ടിണി കിട്ടുക. അന്ന് ഞാൻ പഠിക്കുന്ന കാലമാണ്, എനിക്ക് ഇത്ര ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംതിങ് ബിജെപിക്ക് അനുകൂലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് എന്തെങ്കിലും സീറ്റുകളൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അപ്പം പോകയാവുന്ന എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചില പ്രേക്ഷകർ യൂട്യൂബിലും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. രാധേ മന്നൻ തോട്ടത്തിൽ എഴുതുന്നു, രാധേ രമണൻ എഴുതുന്നത് ചിരിക്കാനുള്ള, ആര് ചിരിക്കുമെന്ന ചോദ്യത്തിന് ചിരിക്കാനുള്ള വക ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആരായാലും ഉള്ളവർക്ക് ചിരിക്കാം എന്നായിരിക്കും ഒരുപക്ഷെ അത് അദ്ദേഹം ചിന്തിക്കുന്നത്. രഘുനന്ദനൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാരോ അവരെ ഭൂരിപക്ഷം ജനം നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കും എന്ന രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. സ്വാഭാവികമായും ജനനന്മയ്ക്ക് ആളുകൾ നിൽക്കുകയും അത്തരം ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി. KJ തോമസിന് പക്ഷേ ഇടതുപക്ഷത്തോട് ഒട്ടും താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇടതുപക്ഷം മുടിയും എന്നൊക്കെയാണ്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ നിൽക്കുമ്പോഴാണ് ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉണ്ണികൃഷ്ണൻ ആദ്യം വിളിച്ചപ്പോഴെന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു അല്ലേ ടെലിഫോണിൽ? നിങ്ങൾ മനപ്പുറം എന്നിട്ട് പറ്റുകയാണ്. ഉണ്ണികൃഷ്ണൻ, താങ്കൾ എത്രയോ കാലമായി നമ്മൾ സൗഹൃദത്തിലാണ്, താങ്കളോട് മനപ്പുറം ഞാനിങ്ങനെ ചെയ്യോ?
ഇത് 2-3 തവണയായെന്ന് എന്നോട് ഇങ്ങനെ കാണിക്കണത്. ഞാനിത് 15 മിനിറ്റൊക്കെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം. അല്ല, അത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാകുന്നതാണ്. അങ്ങയോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മളെ വിഷയത്തിലേക്ക് വരാം. നമ്മളെ ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ആര് കരയുമെന്നല്ലേ, ആര് ചിരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയണത് ആര് കരയും എന്ന് കൂടെ വെക്കാനായിരുന്നു അതിന്റെ ഇപ്പുറത്ത്. അത് ശരി. ആരൊക്കെ ഇത് ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇവിടെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു കാര്യമില്ല. സത്യത്തിൽ അവര് കഷ്ടപ്പെട്ടാലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷെ ജയിക്കുന്നവനാണ് അതിന്റെ ഗുണം. അല്ല, അങ്ങനെ മാത്രം നമ്മൾ ഇതിനെ കാണരുത് ശ്രീ ഉണ്ണികൃഷ്ണൻ. അതിലെ അങ്ങനെ കാണരുത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളിപ്പോ കാളവണ്ടി യുഗത്തിലിരുന്ന ഒരു രാജ്യമായിരുന്നു. അവിടുന്ന് മാറിയാണ് നമ്മൾ ഇത്രയും അധികം പുരോഗമിച്ചത്. സാറൊരു കാര്യം മനസ്സിലാക്കിയോ? കാര്യം പറഞ്ഞാൽ ഇതില് ഇലക്ഷൻ ടൈമില് എല്ലാരും പറഞ്ഞ പാലക്കാട് യുദ്ധം ആര് ജയിക്കുമെന്നല്ലേ ചില സമയങ്ങളിലൊക്കെ നിങ്ങള് പിന്നെ ചർച്ചകളിലൊക്കെ പറഞ്ഞത്. യുദ്ധം ജയിക്കണമെന്ന് പറഞ്ഞ ഒരു രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയൊക്കെയാണ് പണ്ട് യുദ്ധം ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തോ പിടിച്ചടക്കാനാണ്. അതൊക്കെ ഒരു അതിശയോക്തിപരമായി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മളിപ്പോ 2 ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോ ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എന്നൊക്കെ പറയുന്നത്, യുദ്ധം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യുദ്ധ സമാനമായ ഒരു പോരാട്ടം എന്നാണ് നമ്മൾ അവിടെ കൊണ്ടുപോകുന്നത്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലക്ഷങ്ങളാണ് ഇന്ന് മുടക്കുന്നത്. കാര്യം പണ്ടുള്ള കണക്കല്ല, ഇന്ന് ആദായമുണ്ട്. ഇന്ന് വൻപിച്ച ആദായമാണ്. ഓരോന്നിലും വെട്ടിത്തിന്ന് ഇവന്റെയൊക്കെ പള്ളകൾ വീർത്തുപോയി. അതിന്റെ ആക്രാന്തമാണ്. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, അപ്പുറത്തെ ചാടുന്നു, ഇപ്പുറത്തെ ചാടുന്നു, കുതിയാല് വെട്ടുന്നു. അവിടെ BJP ജയിക്കും എന്നൊരു എന്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്. BJP ജയിക്കാനുള്ള, പാലക്കാട്ട് BJPക്ക് ജയിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനിട്ട് പാര പണിയാനുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. താങ്കളുടെ അഭിപ്രായം? കൂടുതൽ ആളുകൾ യൂട്യൂബിൽ പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. ജോൺ കുന്നത്ത് പറയുന്നത് ആര് ജയിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. സ്വാഭാവികമായും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തെറ്റായി പോകുന്നത് നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് നല്ല ആളുകളെ വോട്ട് ചെയ്യുക, ജയിപ്പിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി. അപ്പോൾ സ്വാഭാവികമായി ആര് ജയിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന ജോൺ കുന്നത്തിൻ്റെ അഭിപ്രായം വളരെ ശരിയാണ്. അലക്സ് സാമുവൽ പറയുന്നു, നാളെ ഭാരതം ജയിക്കണം, ഭീകരർ തോൽക്കണം എന്നാഗ്രഹിക്കുന്നു. ഭീകരരുണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭീകരത ഒന്നിനും പരിഹാരമല്ല. അതൊരു രാജ്യത്തിനെയും തകർക്കാനാവില്ല. മാനവരാശിയെ ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ മാത്രമേ ഭീകരതയ്ക്ക് കഴിയൂ. അതുകൊണ്ട് ഭാരതമല്ല, ലോകം തന്നെ ഈ ഭീകരതയ്ക്കെതിരെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ കണക്കുകൂട്ടലും അവലോകനങ്ങൾക്കും അപ്പുറത്ത് ജനകീയ വിധിയുണ്ടാകും എന്ന് പറയുന്നു സജീവ് നാഗത്ത് എന്ന ഒരു പ്രേക്ഷകൻ. വിവാദങ്ങൾ റിസൾട്ടിനു ശേഷം മറ്റു വിധത്തിൽ തുടരും, വോട്ട് മറിച്ചു തിരിച്ചു എന്നൊക്കെ. അത് സ്വാഭാവികമാണ് ശ്രീ സജീവ് നാഗത്ത്. നമ്മുടെ എല്ലാ കണക്കുകളും ചിലപ്പോൾ തെറ്റും, ചില കണക്കുകൂട്ടലുകൾ ശരിയാകും. അതുകൊണ്ട് നമ്മൾ കൂട്ടും, മറ്റു ചിലർ കിഴിക്കും. ഏതായാലും ജനവിധി ആത്യന്തികമായ ഒരു ശരിയായി മാറുകയാണ്. വിവാദങ്ങൾ സ്വാഭാവികമായി അങ്ങ് പറഞ്ഞ പോലെ റിസൾട്ടിന് ശേഷവും തുടരും. അതെല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഒരു രീതി അങ്ങനെയാണ്. കാരണം നമ്മളിന്ന് വല്ലാതെ വിവാദങ്ങൾക്ക് ഇടയിൽ പെട്ടുപോയിരിക്കുന്നു. സ്വാഭാവികമായും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരു കണക്കിന് നോക്കുമ്പോൾ അത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി എന്നുകൂടി എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം വിമർശിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ അവകാശമുള്ളൊരു നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികം എന്നതാണ് ഞാൻ കാണുന്നത്. ബാബു നായർ പറയുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവരോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. മൂക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എല്ലാവരും ഫ്രെയിം ചെയ്ത് വെച്ചാൽ മതി എന്നാണ് ബാബു നായർ പറയുന്നത്. പക്ഷേ ബാബു നായർ അങ്ങനെയല്ല. ഈ മൂക്ക് വളരെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഇതാണ്. കാരണം അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു സാമ്യം അവരിൽ തോന്നിക്കുന്നതിൻ്റെ കൂടി ഒരു പ്രത്യേക ഘടകമാണ്. സ്വാഭാവികമായി അതിനോട് ആളുകൾക്ക് ഇഷ്ടം തോന്നിയാൽ അത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയോടൊക്കെ തോന്നിയ ഒരു താല്പര്യത്തിൻ്റെ ബാക്കിയായിരിക്കാം. അത് അങ്ങനെ പരിഹസിക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മാൽബറോ ഗോൾഡ് പറയുന്നു, ആര് ജയിച്ചാലും കഞ്ഞി കുടിക്കാൻ നമ്മൾ ജോലിക്ക് പോകണം എന്ന്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ശ്രീ മാൽബറോ ഗോൾഡ് വെച്ച് പുലർത്തരുത്. കാരണം ആര് ജയിച്ചാലും നമുക്കൊരു കാര്യവും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പിലും വിശ്വാസമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യമല്ല ഇന്നുള്ളത്.
നമ്മൾ 80% നിരക്ഷരരുണ്ടായിരുന്നൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. അതിന്ന് വല്ലാതെ മാറി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നു, ഗവേഷണശാലകൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നാം കൈവരിച്ച വലിയ നേട്ടങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കണം. ബഹിരാകാശ രംഗത്ത് നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ചു. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ്. അവരുടെ ദീർഘദൃഷ്ടിയും കാഴ്ചപ്പാടും ഒക്കെയാണ് പലപ്പോഴും നമുക്ക് ഗുണകരമായിട്ടുള്ളത്. അല്ലാതെ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടായതല്ല. കാളവണ്ടികളുടെ ഒരു യുഗത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ചന്ദ്രനിലേക്ക് കാലുകുത്താൻ തയ്യാറെടുക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ശാസ്ത്രജ്ഞരുടെയും ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒക്കെ പങ്ക് തുല്യമാണ്. അതിൽ രാഷ്ട്രീയക്കാരുടെയും പങ്ക് കൂടി നമ്മൾ അംഗീകരിച്ച് മതിയാവും. കാരണം ദീർഘവീക്ഷണമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരംഭിച്ച ISROയും ഒക്കെ നമ്മുടെ നാട്ടിനിന്ന് ഏത് തരത്തിലാണ് ഗുണം ചെയ്യുന്നത് എന്ന് താങ്കൾക്ക് കൂടി അറിയേണ്ടതാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, സാർ ഞാൻ ഇന്ന് വിളിക്കുന്നില്ല, ചേലക്കര ഒഴിച്ച് ബാക്കി 2 സ്ഥലത്തും UDF ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ജയകുമാർ പറയും. ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും ജയകുമാറുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു ദുഃഖത്തിന് കാരണമാകുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യൂട്യൂബിലൂടെ വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചാനലുകളുമായി ചേർന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കും എന്ന് രവികുമാർ പറയുന്നു. അങ്ങനെ ചാനലുകൾക്ക് ആരെങ്കിലും തോൽപ്പിക്കാൻ കഴിയില്ല. ആത്യന്തികമായി ജനങ്ങൾ ആണ് ഇതിൽ വിധിയെഴുതുന്നത്. അവർക്ക് മുന്നിൽ എന്ത് പറയാൻ കഴിയുന്നു അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഷാജി ഭാസ്കരൻ എഴുതുന്നു, ഇലക്ഷൻ തുടങ്ങിയപ്പോൾ ഒരു പാർട്ടിക്ക് വട്ടുപിടിച്ചു, ഒരുവൻ 4 നാളുകൾക്ക് ശേഷം വോട്ട് പിടിച്ച് ആദ്യ ഇലക്ഷൻ എന്നൊക്കെ അദ്ദേഹം എഴുതുന്നു. ബാബു VV എന്നൊരു പ്രേക്ഷകൻ പൊതുവേദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അബ്ദുൾ റസാഖ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, തീർച്ചയായും LDF ജയിക്കും, അദ്ദേഹത്തിന് സരിൻ വിജയിക്കും എന്നൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിരവധി ആളുകൾ യൂട്യൂബിലും ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളുമായി പൊതുവേദിക്കൊപ്പം ചേരുന്നുണ്ട്. ശിവജി നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ശിവജി വിളിക്കുമ്പോഴൊക്കെ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് യൂട്യൂബിൽ ഇങ്ങനെ പ്രതികരണങ്ങൾ വരുമ്പോൾ അവരെ കൂടി പരിഗണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രീ ശിവജി. അങ്ങ് പിന്നെ എന്നോട് വലിയ സ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരല്പം സ്വാതന്ത്ര്യം ഞാൻ എടുത്തു എന്നത് ശരിയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത്ഭുതങ്ങൾ നടക്കുമോ ഈ സായാഹ്നത്തിൽ? താങ്കൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ചങ്ങാതി ദേഷ്യം വന്ന് കലി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനം പറഞ്ഞിങ്ങനെ ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ പുളുപടി കേട്ട് മടുത്തിരിക്കുമ്പോൾ താങ്കൾ ഇതെല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണം, പ്രതികരിക്കണം എന്ന് ഓർത്തിരിക്കുമ്പോൾ താങ്കൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു അവസാനം. അയ്യോ ഞാൻ അക്ഷമനായിട്ട്. എന്തായാലും താങ്കൾ അത് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് അതിനെപ്പറ്റി ഒന്നും താങ്കളുടെ പ്രസംഗത്തെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ തോറ്റിരിക്കുന്നു. പിന്നെ നാളെ ആര് ചിരിക്കുന്നുള്ളത്, ആര് ചിരിച്ചാലും മനസ്സാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അറബിയെ തല്ലിക്കൊന്നൊരു 47 കോടിയും സീപ്ലെയിനും ഇവിടെ നമ്മുടെ മെസ്സിയെ കൊണ്ടുവരാനും ഒക്കെയാണ് ഇവിടെ ആൾക്കാർക്ക് താല്പര്യം. ആ പാവം കാസർഗോഡത്തെ ആ പാവങ്ങളുണ്ടല്ലോ, ആ എൻഡോസൾഫാൻ കശുമാവിനും മരുന്നടിച്ചതിന്റെ പേരിൽ ആ ദുരന്തം ആ വായിന്ന് ഈളാ ഒലിക്കുന്ന ആ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ ഈ പൈസയൊക്കെ? ഇവന്മാര് കളിച്ച് കളയുന്ന ഈ കോടികൾ, ഈ 1 മാസം കൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാടും കളിച്ചു കറഞ്ഞ കോടികൾ, അവർക്ക് രസമാണെങ്കിൽ അവർക്ക് വൈകുന്നേരം ചിക്കനും മട്ടനും അടിക്കാം. നിങ്ങൾ പത്രപ്രവർത്തകർ കുറച്ചൊന്നും മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇവരുടെ ഈ കൂത്താട്ടങ്ങൾ കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് തിരിച്ചു വരും. മനുഭരന്തെങ്കിലും ചെറുപ്പക്കാരായ അങ്ങയെപ്പോലുള്ള പത്രപ്രവർത്തകരെങ്കിലും ജനങ്ങളിലേക്ക് തിരിച്ചു വരും. അവര് കൂത്താടിക്കോട്ടെ. വേണേ മനുഭരത് ഒരു കാര്യം ചെയ്യുമോ, അങ്ങേക്ക് താല്പര്യമുണ്ട്, ഈ മന്ത്രിമാരുടെ ഒക്കെ പഴയ ജീവിതവും പുതിയ ജീവിതവും എന്നൊരു പരിപാടി ഒന്ന് തുടങ്ങാൻ പറ്റുമോ അങ്ങേക്ക്? അങ്ങൊരു ചെറുപ്പക്കാരനല്ലേ, ഒരു 10-40 വയസ്സുണ്ടാവും. ഇവരുടെ ഇവിടുന്ന് എനിക്ക് 50 വയസ്സായി. ഞാൻ 40 അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. പക്ഷെ എനിക്ക് 50 വയസ്സായി. എനിക്ക് 58 വയസ്സായി. ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുക, ഇവരുടെയൊക്കെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് ഒരു അന്വേഷണാത്മകമായ ഒരു പത്രപ്രവർത്തനം അങ്ങ് തയ്യാറാണോ? എങ്കിൽ അങ്ങ് ഇവിടെ വാഴ്ത്താൻ ഞങ്ങൾ 10,000 പേരുണ്ടാവും. ഈ കൂത്താട്ടം നിർത്തിയിട്ട് ദയവ് ജനങ്ങളിലേക്ക് തിരിച്ചു വരൂ. ഇനി പണ്ടാരടങ്ങാൻ നാളെ കൂടെ പോട്ടെ, എടുത്തോ. സോറി കേട്ടോ, ബാക്കിയുള്ള എവിടെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ സോറി. നാളെയുടെ കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരണം, ജനങ്ങളിലേക്ക് വരൂ. ജനങ്ങൾക്ക് ഇതൊന്നും അല്ലെന്നേ ആവശ്യം. എന്റെ എന്നും നീറുന്ന പ്രശ്നമാണ് എൻഡോസൾഫാൻ. അതെ, ആ വിഷയം നമ്മൾ വളരെയധികം ഗൗരവത്തോടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ തന്നെ
ഒരു തവണ കാസർഗോഡ് ചെല്ലുകയും ഇതിനെപ്പറ്റി ഒരു പ്രത്യേക ന്യൂസ് 18 വേണ്ടി പോയതാണ്. അവിടെ കണ്ടത് ഏറ്റവും വിഷമിച്ച ഒരു കാഴ്ച തന്നെയാണ്. ഞാനിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. കുട്ടികൾ, അവരുടെ അമ്മമാർ, മറ്റു ജോലികൾക്ക് പോകാൻ പറ്റാത്തവർ, എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു വാർത്ത, പല കുഞ്ഞുങ്ങളുടെ അമ്മമാരെ, ചില കുഞ്ഞുങ്ങളുടെ അമ്മമാരെയൊക്കെ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് അവരെ മറ്റുള്ളവർ ഉപേക്ഷിച്ചൊരവസ്ഥ. അവർ ഒറ്റയ്ക്ക് പോരാടുന്നു. ആ പോരാട്ടത്തിനോടൊപ്പം അങ്ങേപ്പോലുള്ളവരുടെ മനസ്സുണ്ട്, അതിനോടൊപ്പം ഞങ്ങളുമുണ്ട്. ഏതായാലും വളരെ നന്ദി, വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. ഷാജി ഭാസ്കരൻ്റെ ഒരു പ്രതികരണം വളരെ രസകരമാണ്. ഇലക്ഷൻ തുടങ്ങിയപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ച ഒരാൾ 4 നാളുകൾക്ക് ശേഷം മറിച്ച് വോട്ട് പിടിച്ച ആദ്യ ഇലക്ഷൻ ആണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ രസകരവും കൗതുകകരമായ ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, പിന്നീട് അടുത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ആൾക്ക് തന്നെ എതിർത്ത് പ്രവർത്തിക്കുക, അങ്ങനെ രസകരമായ സംഭവങ്ങളുടെ കൂടി ഒരു വേദിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഏതായാലും ആദർശധീരന്മാരായി നിന്ന് രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന വലിയ ഒരു തലമുറ ഉണ്ടായിരുന്നൊരു നാടിന് ചിലപ്പോഴൊക്കെ ഇത്തരം തമാശകൾ കൂടി കാണേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. അബ്ദുൾ റസാഖ് പറയുന്നു, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ സരിൻ വിജയിക്കണം എന്നാണ് അബ്ദുൾ റസാഖ് പറയുന്നത്. അഷ്റഫ് പറയുന്നത് BJPയെ ജയിപ്പിക്കരുത് എന്നാണ്. വേറെ ആര് ജയിച്ചാലും അഷ്റഫിന് കുഴപ്പമില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, കേൾക്കാമോ? ചന്താമരാക്ഷൻ കൂടി ഉണ്ട് പാലക്കാട് നിന്ന്. ശ്രീ ചന്താമരാക്ഷൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നത്. ശ്രീ ചന്താമരാക്ഷൻ, കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് അദ്ദേഹം TV-യിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ റഷീദിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ചേലക്കരയിൽ ശ്രീ റഷീദ് ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? ജനാധിപത്യ കേരളം കാതോർത്ത് നിൽക്കുന്ന ഒരു പുലരിയാണ് നാളത്തെ. തീർച്ചയായും UDF-നെ സംബന്ധിച്ചിടത്തോളം വയനാടും പാലക്കാടും ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ്. ചേലക്കരയിലാണ് ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയിൽ അട്ടിമറി നടക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചല്ലോ, എനിക്കറിയാം. അതെ, ആ രീതിയിലാണ് ഞങ്ങളെയൊക്കെ വിലയിരുത്തുന്നത്. UDF-നൊരു വൻ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബൈ ഇലക്ഷനെ നോക്കി കാണുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് കുമാർ, എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട് 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുകയാണ്. വയനാട്ടിൽ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ഉണ്ട്. ചേലക്കരയിലും അത് അങ്ങനെ മുഴുവനായി ഒരു LDF കോട്ടയായിരുന്ന സ്ഥലം ഇത്തവണ പിടിക്കും എന്ന വലിയ പ്രതീക്ഷ UDF-നുണ്ട്, വിട്ടുകൊടുക്കില്ല എന്ന വാശി LDF-നുമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനങ്ങളൊക്കെ താളം തെറ്റുമോ എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രതീക്ഷിക്കണം സാറേ. കാരണം ഈ 3 മുന്നണികളും മനസ്സിയോടെ പറഞ്ഞു 3 മുന്നണികളും പ്രതീക്ഷ വെക്കുന്നെങ്കിൽ ഇവിടെ വിജയസാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 സ്ഥലത്തെ വിജയസാധ്യത കൃത്യമായിട്ട് ഞാൻ പറയാം. ഒന്ന് വയനാട് UDF വിജയിക്കും, പിന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിക്കും. അതിന്റെ കാരണം കൃത്യമായിട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നത് LDF-ന്റെ ഭരണവിരുദ്ധ വികാരം. കാരണം ഞാനൊരു LDF-കാരനാണ് പറയാം. എനിക്ക് ഈ രാഷ്ട്രീയത്തോട് വെറുപ്പായി. ഇവരുടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് അവിടെ UDF ജയിക്കും. അതായത് അതുപോലെ തന്നെ വയനാട്ടിൽ UDF ജയിക്കും. പിന്നെ ചേലക്കരയുടെ കാര്യം എനിക്ക് കൃത്യം അറിയത്തില്ല. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം.
നമ്മുടെ ഷിജി ഭാസ്കരൻ പറയുന്നത് എന്നോടുള്ളൊരു ചെറിയ പരിഭവമാണ്. ശിവജി തൃശ്ശൂർ വിഷയത്തിൽ നിന്ന് മാറി സംസാരിച്ചാൽ താങ്കൾക്ക് വിഷമമില്ലേ എന്നുള്ള വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കുന്നതാണ് നല്ലത്. പക്ഷേ പൊതുവേദിയിൽ ആളുകൾ ചിലപ്പോഴൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എൻഡോസൾഫാൻകാരുടെ അല്ലെങ്കിൽ അതിൽ ബാധിതരായവരുടെ വിഷയം പറയുമ്പോൾ അവിടെ ചെന്ന് പോയി അത് കണ്ടതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആ ഒരു തീവ്രത അറിയാം. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അത് ആ വാക്കുകൾ എനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നത്. ഏതായാലും മൂസക്കുട്ടി എന്നൊരു പ്രേക്ഷകൻ എഴുതുന്നു, നാളെ കോൺഗ്രസ് ചിരിക്കും എന്ന്. ചാത്തുക്കുട്ടി എഴുതുന്നു, ചാത്തുക്കുട്ടി എന്താണ് എഴുതിയതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. അബ്ദുറഹ്മാൻ ചേലക്കരയും പാലക്കാടും LDF ജയിക്കുമെന്ന് ഉറപ്പാണെന്ന് പറയുന്നു. ഷംസു KP പറയുന്നു UDF ജയിക്കുമെന്ന്. ജയകുമാർ പറയുന്നു എല്ലാവരെയും വീഴ്ത്തിക്കളഞ്ഞു, 50 വയസ്സെന്ന് പറഞ്ഞത് വെറും കള്ളമാണെന്ന്. സത്യമാണ്, എനിക്ക് 50 വയസ്സായി, അതിൽ ഒരു കള്ളത്തരവുമില്ല. ഏതായാലും ജയകുമാർ അത് എങ്ങനെയാണ് അതിൽ സംശയിച്ചതെന്ന് എനിക്കറിയില്ല. മറ്റൊന്ന് അബ്ദുൽ കരീം പറയുന്നു ഞാനും എൻ്റെ ഭാര്യയും ചിരിക്കും എന്ന്. സുഖമായി ചിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. UDF ജയിക്കും എന്ന് പറയുന്നു തായ്താൻ അതിൽ പ്ലേയിങ്. ഏതായാലും അതിൽ പ്ലേയിങ്ങിന് ഈ ഉറപ്പ് ഉണ്ട്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ കമൻറ്റുകൾ യൂട്യൂബിൽ വരുന്നുണ്ട്, പക്ഷേ അത് വായിക്കാനുള്ള സമയമില്ല. നാളെ നമുക്ക് വീണ്ടും കാണാം, നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങൾ കൂടുതൽ നമുക്കുണ്ടാകും. നന്ദി, നമസ്കാരം.